ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ് ഞങ്ങളുടെ കാച്ചിലിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ പല കൂട്ടുകാരും എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുകയും ചെയ്തു. അതുപോലെ പലയിടത്തും കാഴ്ച കാണുമ്പോഴും ചോദിക്കേണ്ടായി, നിങ്ങൾ കാച്ചിൽ നടാറുണ്ടോ, അതാ ചുമ്മാ വീഡിയോ എടുത്തിട്ടാണോ എന്ന്. പക്ഷേ ഒരിക്കലുമല്ല, ഞങ്ങൾ എല്ലാ വർഷവും നടാറുണ്ട്. ഈ വർഷവും ഞങ്ങൾ നടാനുള്ള ശ്രമത്തിലാണ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ മതിലിനോട് ചേർന്നിട്ടാണ്. അവിടെയാണ് കുറച്ച് മരങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അതിനോട് ചേർന്ന് തന്നെ നമ്മൾ ഇതുപോലെ കുഴികളെടുത്ത് നടുകയാണ്. അത് മുളച്ച് വള്ളി പിടിക്കുമ്പോൾ നേരെ മുകളിലേക്ക് മരത്തിലേക്ക് തന്നെ കയറ്റി വിടാമല്ലോ. ഏകദേശം ഒരു 1.5 അടി താഴ്ചയിലാണ് നമ്മൾ കുഴി കുത്താറ്. വട്ടാണെങ്കിൽ ഒരുപാട് വലിപ്പമില്ല, എന്നാൽ അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കുഴി കുത്തണം. കാരണം കാച്ചിലിൻ്റെ വേരുകളെല്ലാം എല്ലാ സൈഡിലേക്കും പോകേണ്ടതല്ലേ, അതുകൊണ്ട് ഒരല്പം വട്ടം വേണം. അങ്ങനെ നമ്മുടെ കുഴികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് മതിലിനോട് ചേർന്ന് തന്നെ നമ്മൾ കണ്ടോ ഒരു 5-8 എണ്ണം കുത്തിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ മണ്ണിലേക്ക് കുമ്മായാണ് ഇട്ട് കൊടുക്കുന്നത്. മണ്ണിലുള്ള അണുക്കളൊക്കെ നശിക്കാനായിട്ടാണ് നമ്മൾ ഈ കുമ്മായ ഇട്ട് കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ, ഒരുപാടൊന്നും ഇട്ട് കൊടുക്കില്ല. അത്യാവശ്യം ഒരു പിടി അത്രയൊക്കെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അടുത്തതായിട്ട് വിറകടുപ്പിൽ കത്തിച്ചുണ്ടാകുന്ന ചാരമല്ലേ, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ചാരം, ചാമ്പൽ എന്നൊക്കെ പറയും, അതാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം വേരിനെ ഇളക്കം കിട്ടാൻ, നല്ല വളർച്ച കിട്ടാനൊക്കെ ആയിട്ടാണ് ഈ ചാരം ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മളിത് ആട്ടുംകാട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ അടുത്ത് ആട്ടുംകാട്ടം ഉണ്ടെന്ന് അറിയാലോ, അപ്പോൾ അതുകൊണ്ട് നമ്മളതാണ് ഇട്ട് കൊടുക്കുന്നത്. പശുവിൻ്റെ ചാണകം കിട്ടുമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. പിന്നീട് അതിലേക്ക് അടിച്ചു കൂട്ടിയിട്ടിരിക്കുന്ന കരിയിലകളെല്ലാം, മരത്തിൽ നിന്ന് കൊഴിഞ്ഞു വരുന്ന കരിയിലകളൊക്കെ ഞങ്ങൾ വേനൽക്കാലത്ത് അടിച്ച് കൂട്ടി വെച്ചേക്കും. ഇതുപോലെ നടുന്നതിന് വേണ്ടിയിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും കത്തിച്ച് കളയാറില്ല, ഞങ്ങളിങ്ങനെ കൂട്ടി വെച്ചേക്കും. എന്നിട്ട് നടാനായിട്ട് അന്ന് ഞങ്ങൾ പറിച്ച കാച്ചിലുണ്ടല്ലോ, അതിൻ്റെ കഷ്ണങ്ങളാണ് ഇതിനകത്ത് ഉള്ളത്. കുറച്ചൊക്കെ ഞങ്ങൾ പുഴുങ്ങി കഴിച്ചു, പിന്നെ ബാക്കിയൊന്നാണിത്. ഇത് ഇവിടെ മുളച്ച് നിന്നിരുന്നതാണ്. അപ്പോൾ ഞങ്ങളതൊന്ന് മാറ്റി ഇങ്ങ് നട്ടേക്കാമെന്ന് ഓർത്തു. തണ്ട് മുളച്ച് വന്നപ്പോൾ അത് നല്ല ഒരു മരത്തിൻ്റെ ഉള്ളിലേക്ക് മാറ്റി നട്ടാണ്. തന്നെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളൊക്കെ കിടന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. അതിൽ ഒരുമാതിരി നല്ല കടമൊക്കെ വേണം പറിച്ചെടുത്താണത്. ഞങ്ങൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കാറില്ല. അത് ആട്ടുംകാട്ടം, അതുപോലെ ചാരം, പിന്നെ ഈ കരിയിലകളും മാത്രമാണ് ഇട്ട് കൊടുക്കാറുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ടു കൊടുക്കുകയാണ് പതിവ്. ഇതുപോലെ കാച്ചിൽ വെച്ച് കൊടുക്കും ഏറ്റവും മുകളിലായിട്ട്. അതിന് ശേഷം ഇത് നല്ല മണ്ണിട്ട് മൂടി എടുക്കും. അത്രയാണ് ചെയ്യാറുള്ളൂ. പിന്നീട് ഞങ്ങൾ ഒരു വളവും തന്നെ ഇട്ട് കൊടുക്കാറില്ല. അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ കാച്ചിലിൻ്റെ നടൽ കഴിഞ്ഞു. അതായത് മണ്ണിട്ടെല്ലാം മൂടിക്കഴിഞ്ഞു. ഇനി അടുത്ത വർഷം ഇത് പറിക്കാനായിട്ടാണ് ഈ വഴിക്ക് പോകാറുള്ളൂ.